ശ്രീ പി ജയരാജൻ, രാഹുൽ ഗാന്ധി സഭയിൽ നിർണായക ഘട്ടത്തിൽ വന്നില്ല എങ്കിൽ അത് വിമർശിച്ചാൽ അത് ഉടനെ ബി ജെ പിക്ക് മുതൽക്കൂട്ടാകുന്നു എന്ന് കാണുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ് നമ്മളിവിടെ കണ്ടത്. രാജസ്ഥാനിലും കോൺഗ്രസ് ഒപ്പിട്ട, കർണാടകയിൽ ബി ജെ പി ഒപ്പിട്ട് കോൺഗ്രസ് സർക്കാർ തുടർന്ന ഈ പി എം ശ്രീയെക്കുറിച്ചാണ് ഇവിടെ കേരളം ഒന്നും നേടരുത്, കേരളത്തിൻ്റെ അർഹതപ്പെട്ടതൊന്നും നേടരുത് എന്ന അർത്ഥത്തിൽ പറയുന്നത്. ഇതിലൊക്കെ ഞാൻ പറയാൻ കൃത്യമായി അദ്ദേഹത്തെ അനുവദിക്കുമ്പോൾ പുറത്തെത്തുന്നൊരു കാര്യം, ഈ ഘട്ടത്തിലും ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്നു, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ അടിച്ചു കൊല്ലുന്നു, ഇതൊക്കെ സംഘപരിവാറായിട്ടും അവർക്കെതിരെ ഉള്ളതിനേക്കാൾ വാക്കുകളും അമ്പുകളും നിങ്ങൾക്കെതിരെയാണ് കോൺഗ്രസിന് ഇപ്പോഴും ഉയർത്താനുള്ളത്. ശ്രീ പി ജെ. അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി RSS നേതൃത്വത്തിലുള്ള BJP യിൽ നിന്നാണ്. അത് സംബന്ധിച്ച് CPM-നും ഇടതുപക്ഷത്തിനും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. കാഴ്ചപ്പാട് മാത്രമല്ല, ഓരോ വിഷയത്തോടും CPM-ഉം ഇടതുപക്ഷവും കൃത്യമായി പ്രതികരിക്കുന്നുണ്ട്. ഞാൻ ഈ കോൺഗ്രസ് നേതാവ് നിജേഷിനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പാർട്ടി RSS-ൻ്റെ വർഗീയ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ട് എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന കാര്യമാണ്. അത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വം എന്ന നിലക്ക് നിങ്ങൾ നോക്കൂ, CPM-ന് RSS-ൻ്റെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്ന ഇടപെടൽ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. പക്ഷെ നിങ്ങൾ പലപ്പോഴും സങ്കുചിതമായിട്ട് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ BJP-യുമായി തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ള പാർട്ടിയാണ് എന്നുള്ള ചരിത്രം മറന്നു പോകണ്ട. നിങ്ങളെക്കുറിച്ച് ആരാ പറഞ്ഞു വെച്ചത്? BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന KG മാരാറെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ 12-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കോഴിക്കോട് വെച്ച് അതുപോലെ മറ്റിടങ്ങളിൽ വെച്ച് RSS നേതൃത്വവുമായിട്ട് കോൺഗ്രസും ലീഗും ചർച്ച ചെയ്തു. വടകര ബേപ്പൂർ മോഡൽ കോലീബി സഖ്യം ആരാ ഉണ്ടാക്കിയത്? ഇവിടെ CPM-നെ സംബന്ധിച്ചോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ ഞങ്ങൾ RSS-ൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJP-യുമായി എവിടെയെങ്കിലും കൂട്ടുകെട്ടുണ്ടാക്കിയത് നിങ്ങൾക്ക് പറയാനാവുമോ? ഒന്ന്. രണ്ടാമതായിട്ട് BJP യഥാർത്ഥത്തിൽ മുഖംമൂടിയാണ്. യഥാർത്ഥ മുഖം RSS-ൻ്റേതാണ്. ഇന്ത്യയെ ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള RSS എല്ലാ ജനാധിപത്യ സംവിധാനത്തിനകത്തും നുഴഞ്ഞു കയറി ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയുള്ള പടിപടിയായി അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അജിം ഷാ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ സംഭവം, ഇതാ ക്രിസ്മസ് വരാൻ വേണ്ടി പോകുന്നു, അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷം, ന്യൂ ഇയർ ആഘോഷം നടത്തുന്നതിന് പോലും RSS അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല. അതിൻ്റെ ചില ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. ഇവിടെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി പ്രതികരിക്കണ്ടേ? നിങ്ങൾ വേറൊരു കാര്യം നോക്കൂ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ RSS-ൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് വിളക്ക് കൊളുത്തിയല്ലോ. ഗുരുജിയുടെ ഫോട്ടോവിന് മുമ്പിൽ വിളക്ക് കൊളുത്തിയത് ആരാണ്? അങ്ങനെ ഏതെങ്കിലും ഒരു CPM നേതാവിനെക്കുറിച്ച്, ഇടതുപക്ഷ നേതാവിനെക്കുറിച്ച് ഈ നിജേഷിന് പറയാനാവുമോ? അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചതുകൊണ്ടായില്ല. ഒന്ന്, RSS BJP രാജ്യത്തിലെ വ്യവസ്ഥക്ക് നേരെയുള്ള ആക്രമണമാണ് നടത്തുന്നത്. രാഷ്ട്രം അംഗീകരിച്ച ഭരണഘടനയ്ക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്. ആ ഭരണഘടനയ്ക്കെതിരായിട്ട് ആക്രമണം നടത്തുമ്പോൾ അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചുള്ള പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ, അതിൻ്റെ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടോ എന്നതാണ്. ഇവിടെ നിങ്ങൾ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ CPM ഇടതുപക്ഷവും BJP-ക്കെതിരായിട്ട് കോൺഗ്രസുമായിട്ട് സഹകരിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്. CPM അംഗീകരിച്ച നിലപാടാണല്ലോ അത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊതുവേദി ഉണ്ടാക്കി. ആ പൊതുവേദിക്കകത്ത് CPM ഉന്നയിച്ച കാര്യം എന്താണ്? നിങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ RSS-ൻ്റെ വർഗീയ പ്രത്യയശാസ്ത്രം ജനങ്ങളെ സ്വാധീനിക്കുന്നതിനെതിരായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള പരിപാടി സംഘടിപ്പിക്കണം. കോൺഗ്രസ് അതിന് മുൻകൈ എടുത്തോ? കോൺഗ്രസ് അതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ലേ ചെയ്തത്. അതേസമയം കേരളത്തിൽ നിങ്ങൾ നോക്കൂ, CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ശക്തികളുടെ പ്രതിരോധത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളം മതനിരപേക്ഷതയുടെ ഒരു സംരക്ഷിത തുരുത്തായിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും കേരളത്തിലെ മതേതര ശക്തികൾക്ക് വലിയ തിരിച്ചടിയാണ്. ആ തിരിച്ചടി അതിൻ്റെ ഗൗരവത്തിൽ കാണാൻ ഇടതുപക്ഷം കാണുന്നത് പോലെയുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ?
പലയിടത്തും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അപ്പോഴും നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് തിരുവനന്തപുരത്ത് കിട്ടിയത്. പലയിടങ്ങളിലും കോൺഗ്രസും ലീഗും പ്രാദേശികമായിട്ട് പ്രാദേശികമായിട്ട് BJPയുമായിട്ട് ധാരണയിലെത്തിയിട്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കുകയാണ്. ഇടതുപക്ഷം എവിടെയെങ്കിലും RSS BJPയുമായിട്ട് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാനാവുമോ? അപ്പോൾ നിങ്ങൾക്ക് രാജ്യ താല്പര്യമല്ല, സമൂഹത്തിൻ്റെ താല്പര്യമല്ല, ഇന്ത്യൻ ഭരണഘടനയെപ്പോലും തകർക്കുന്ന ശക്തികളുമായിട്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കൂട്ടുകൂടുന്ന അങ്ങേയറ്റം വിനാശകരമായിട്ടുള്ള സമീപനമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊറ്റ വിഷയമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അധികാരത്തിലേറണം. അതിന് ഏത് വർഗീയ ശക്തിയെയും കൂട്ടുപിടിക്കും. നിങ്ങളിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് കൂട്ടുപിടിച്ചല്ലോ. അതിലിപ്പോൾ ന്യായം പറയുന്നത് പണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ ഒരു ഘട്ടത്തിൽ പിന്തുണച്ചിരുന്നു എന്നതാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അക്കാലത്ത് ചില സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിരിക്കാം. പക്ഷേ ഇപ്പോഴെന്താ അവർ സമീപനം സ്വീകരിക്കുന്നത്? അവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ജനാധിപത്യ വ്യവസ്ഥയിൽ ശ്വസിക്കുന്നത് പോലും അപകടമാണ്. ശ്വസിക്കുന്നത് പോലും ഇസ്ലാമിക വിശ്വാസത്തിന് ദർശനത്തിന് എതിരാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ മൗദൂദിയുടെ ആശയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഈ 2025 പോലും ജമാഅത്തെ ഇസ്ലാമിക്കാർ തയ്യാറാവുന്നു. അവിടെയാണ് സതീശൻ പറയുന്നത് പണ്ടത്തെ ജമാഅത്തെ ഇസ്ലാമി ഒന്നുമല്ല, അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. ഇവിടെയാണ് അഴകുഴമ്പൻ സമീപനം. CPMന് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്, യാതൊരു സംശയവുമില്ല. RSSനോടും വിട്ടുവീഴ്ചയില്ല, ജമാഅത്തെ ഇസ്ലാമിയോടും വിട്ടുവീഴ്ചയില്ല. ആ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഈ കേരളത്തെ അപകടത്തിലേക്ക് എത്തിക്കും. ആരെയാണ് ആദ്യമായിട്ട് അപകടത്തിലെത്തിക്കുക? മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരെയാണ്. കാരണം ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ, ഇത് ഡിസംബറാണല്ലോ, ഒക്ടോബർ മാസത്തിൽ മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന നടത്തിയിട്ടുള്ള സെമിനാറിൻ്റെ തലക്കെട്ട് ഇസ്ലാമിക ദർശനം പഠിപ്പിക്കണം. ആരുടെ ഇസ്ലാമിക ദർശനം? അത് ഖുറാനും ഹദീസുകളുമല്ല, പിന്നെയോ മൗദൂദിയുടെ ഇസ്ലാമിക ദർശനം പഠിപ്പിക്കണമെന്നാണ്. ആരാണ് സുഹൃത്തെ ഈ മൗദൂദി? നിങ്ങൾ അതിനോട് പ്രതികരിച്ചോ? മൗദൂദി എന്ന് പറയുന്നത് വിഭജനത്തിൻ്റെ നാളുകളിൽ സ്വതന്ത്ര ഇന്ത്യയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ആന്ധ്രയിലെ ഹൈദരാബാദ് സ്വദേശം വിട്ട് പൃഷ്ഠത്തിലെ പൊടിയും തട്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയി ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ മതേതര ഇന്ത്യക്കൊപ്പം നിന്നപ്പോൾ അവരെ വഞ്ചിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ അഹമ്മദിയ വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്ത മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണമെന്ന് ഈ 2025 മലപ്പുറത്ത് സെമിനാർ നടത്തിയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സതീശൻ പറയാണ് അവർ പഴയതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, അവർ മതരാഷ്ട്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. എന്താണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത്? ആ മൗദൂദിയുടെ ഇസ്ലാമിക ദർശനം എന്താണ്? മതരാഷ്ട്രമല്ലേ? RSSനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് മൗദൂദി സ്വീകരിച്ചത്. കാരണം മൗദൂദി അവിടെ പാകിസ്ഥാനിൽ അഹമ്മദിയ വിരുദ്ധ കലാപത്തിന് വലിയ കൂട്ടക്കൊല നടന്നപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട മുനീർ കമ്മീഷൻ്റെ മുമ്പാകെ മൊഴി കൊടുത്തയാളാണ് മൗദൂദി. അന്ന് ചോദിക്കുകയാണ്, കമ്മീഷൻ മൗദൂദിയോട് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമെങ്കിൽ ഇന്ത്യയിൽ ഭൂരിപക്ഷ വരുന്ന ഹിന്ദു വിഭാഗം അവിടെ മതരാഷ്ട്രമുണ്ടാക്കി മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുകയാണെങ്കിൽ അത് വലിയ വിഷമങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് സൃഷ്ടിക്കയില്ലേ എന്ന ചോദ്യത്തിന് മൗദൂദി കൊടുത്ത മറുപടി അതിന് ഞാൻ എതിരല്ല എന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മൗദൂദിയുടെ ഇസ്ലാമിക ദർശനം പഠിപ്പിക്കണമെന്ന് മലപ്പുറത്ത് സെമിനാർ നടത്തി ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിക്കുമ്പോൾ മതനിരപേക്ഷതയോട് വല്ല കൂറുമുണ്ടെങ്കിൽ അതിനെ എതിർക്കണ്ടേ? നിങ്ങൾ RSSനെ എതിർക്കുന്ന കാര്യത്തിൽ അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്നത് പോലെ മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ നിങ്ങൾ എതിർക്കണ്ടേ? രണ്ടിനെയും എതിർക്കുന്ന ഒരു ശക്തിയാണ് കേരളത്തിലെ ഇടതുപക്ഷം. തീർച്ചയായും.